ഹായ് ഹലോ നമസ്കാരം കൂട്ടുകാരെ. ഇന്നുണ്ടാക്കുന്നത് കൊള്ളുരസമാണ് കേട്ടോ. കൊള്ളെന്ന് പറഞ്ഞാൽ അറിയില്ലേ, മുതിരയാണ്. മുതിരയ്ക്കാണ് കൊള്ളെന്ന് പറയണത് കേട്ടോ. കൊള്ളുരസത്തിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. കൊള്ളുരസത്തിന് നമ്മുടെ ശരീരമൊക്കെ ഭയങ്കര വാമാവാൻ വേണ്ടിയിട്ട്, ചൂടാവാൻ വേണ്ടിയിട്ട് നമ്മൾ കൊള്ളുരസമൊക്കെ ഉപയോഗിക്കും. രസം പൊതുവെ ശരീരത്തിന് ചൂട് തരും. പക്ഷേ കൊള്ളുരസം ആകുമ്പോൾ, മുതിര രസം ആകുമ്പോഴത്തേക്ക് കൂടുതലായിട്ട് ചൂട്, നല്ല തണുപ്പുള്ള സമയങ്ങളിൽ, അതായത് ഈ നവംബർ ആ ഭാഗം, അതൊക്കെ മാസങ്ങൾ 2-3 മാസം നല്ല തണുപ്പുണ്ടാകും. അപ്പോൾ നമുക്ക് ഈ രസം നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം കുറച്ചൊക്കെ ചൂടാവും. അതുപോലെ തണുപ്പ് രാജ്യങ്ങളുണ്ടാവും, തണുപ്പ് സംസ്ഥാനങ്ങളുണ്ടാവും. അവിടേക്ക് നിങ്ങളുടെ റിലേറ്റീവ്സൊക്കെ ഉണ്ടെങ്കിൽ ഈ റെസിപ്പി അയച്ചു കൊടുക്കണം കേട്ടോ. ഈ വീഡിയോ അവർക്ക് അയച്ചു കൊടുത്തേക്കണേ. അപ്പോൾ അവരും അത് ഉണ്ടാക്കിയിട്ട് അവരുടെ ശരീരമൊക്കെ ചൂടായി. ഇതിൽ ചേർക്കുന്നതായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ, ജീരകം, ഉലുവ ഒക്കെ നല്ല ശരീരത്തിന് നല്ല ഒരു ഗുണം പ്രദാനം ചെയ്യുന്നതാണ് കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പം ഞാൻ ഇടുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ആദ്യം കുറച്ച് മുതിര വറുത്തെടുക്കണം കേട്ടോ. വറുത്തെടുത്ത മുതിര വെറും ഉപ്പ് മാത്രം ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. ഇതിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ കുരുമുളക്, ജീരകം, വെളുത്തുള്ളി, ഇഞ്ചി, പുളിങ്ങ, തക്കാളി, പച്ചമുളക്, കറിവേപ്പില, കായം, ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇതിൽ കുരുമുളക്, ജീരകം, വെളുത്തുള്ളി, ഇഞ്ചി ഒക്കെ കൂടെ ഒന്ന് ഇട്ടിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത്, ഈ പുളി ഉണ്ടല്ലോ, പുളി വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് എടുത്തിട്ട് ഒഴിക്കുകയാണ് കേട്ടോ. പച്ചമുളക്, തക്കാളി ഇട്ടു. ഇത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയാണ് കേട്ടോ, വറുക്കാത്ത മല്ലിപ്പൊടിയാണിത്, അതിടണം. അതിനുശേഷം ഈ അരച്ച് വെച്ചിട്ടുള്ള ഇതുണ്ടല്ലോ, അതിടണം. ഉപ്പിട്ടു. ഇനി ഇതാ ഈ മുതിര ഉണ്ടല്ലോ, മുതിര വേവിച്ചിട്ട് നന്നായിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു, നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് മുതിര. അതിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തതാണ് കേട്ടോ. ഇനി മുതിരയുടെ സത്ത് മുഴുവൻ പോരാൻ വേണ്ടിയിട്ടാണ്. മുതിര നമുക്ക് ആവശ്യമില്ല, ഈ വെള്ളം മാത്രം മതി. വെള്ളം അങ്ങനെ ഊറ്റിയെടുക്കുകയാണ്. ഇത് നമുക്ക് ഉപ്പേരിക്കോ എന്തിനെങ്കിലുമൊക്കെ ഉപയോഗിക്കാം. ഇനി ഇതിൽ കായം ഇടണം. പച്ചക്കായാണ് ഞാൻ ഇടുന്നത്. ഇത് കായം ഇതിങ്ങനെ ചിന്തി ഇട്ടാൽ മതി കേട്ടോ. അപ്പം നല്ല മണമൊക്കെ കിട്ടും. ചെറിയൊരു ജലദോഷമോ ചുമ അങ്ങനത്തെ ചെറുതായിട്ട് കോൾഡിൻ്റെ അസുഖം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും ഇത് കുടിച്ചാൽ ഒരു വിധം ഒക്കെ മാറും കേട്ടോ. ഇനി ഇത് തിളപ്പിച്ചെടുക്കണം. ഉലുവ പൊടിച്ച് വെച്ചത് ആണ്, നന്നായി തിളച്ച് വന്നിട്ടുണ്ട്, നല്ല പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഇതാ കുറച്ച് ഉലുവാപ്പൊടി ഇങ്ങനെ തൂവിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൊള്ളു രസം റെഡി ആയിട്ടുണ്ട്. പതിവ് പോലെ കടുക്, മുളക്, കറിവേപ്പില ഒക്കെ ഇട്ടിട്ട് ഒന്ന് വറുത്തിടണം. നല്ല രുചികരമായിട്ടുള്ള കൊള്ളു രസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി രസം. സൂപ്പർ.